നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. പൊതുവെ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് നമ്മള് ഇലവർഗ്ഗങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് പത്തിലകള്. ഈ ഇലകളെല്ലാം തോരൻ വെച്ച് കഴിക്കുന്നതും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെയാണ്. നമുക്കറിയാം, കൂടുതൽ ഇലവർഗ്ഗങ്ങളും നമുക്ക് ഈ ഒരു മഴ സമയത്തായിരിക്കും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇതിന്റെ ഒരു പ്രാധാന്യം കൂടുതലായിട്ടുള്ളത്. ഈ ഒരു കർക്കിടകം ഉൾപ്പെടെയുള്ള മഴക്കാലം എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഈ പത്തിലകളുടെ ഒരു പ്രാധാന്യവും അത് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം എന്നും കൂടെ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ നല്ല മടിയുള്ള ആൾക്കാരാണ്. അവർക്ക് ഇത് എങ്ങനെ കൊടുക്കാം എന്നും കൂടെ നമുക്ക് നോക്കാം. ഈ ഇലകളുടെ ലഭ്യത അനുസരിച്ച് അതിന്റെ പ്രാദേശികമായിട്ടുള്ള പേരുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും പത്തിലകളുടെ പേരുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. താള്, തകര, തഴുതാമ, ചേന, അതിന്റെ ഇലയും തണ്ടുമെല്ലാം ഉപയോഗിക്കാം. പയറ്, കുമ്പളം, മത്തൻ, കൊടിത്തൂവ, ചീര, അത് മെയിനായിട്ടും മുള്ളൻ ചീരയാണ് എടുക്കുന്നത്. അടുത്തത് നെയ്യുണ്ണി അല്ലെങ്കിൽ നെയ്യുണ്ണി. ഇനി ഇതല്ലാതെ പ്രാദേശികമായിട്ടുള്ള ലഭ്യത അനുസരിച്ച് വേറെ കുറച്ച് പേരുകളും കൂടെ പറയാം. മുള്ളൻ ചീര, മൈസൂർ ചീര, കോവലിന്റെ ഇല, സാമ്പാർ ചീര, വെള്ളരി, കീഴാർ നെല്ലി, മുക്കുറ്റി, മണിത്തക്കാളി, കുടങ്ങല്. ഇനി ആദ്യത്തതില് ലഭ്യമല്ലാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ലിസ്റ്റിലുള്ളതും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഇലകളെല്ലാം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിലുപരി ഇതിന് ഓരോന്നിനും വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് താള് അല്ലെങ്കിൽ ചേമ്പിന്റെ ഇല. ഇത് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. IBS പോലെയുള്ള രോഗമുള്ളവർക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഫോസ്ഫറസും കാൽഷ്യവും വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഗർഭിണികൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഗർഭസ്ഥ ശിശുവിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. BP നോർമൽ ആക്കാനും നമ്മളുടെ ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്താനും രക്തം കൂടാനായിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. തകര ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ കൃമിശല്യം ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് തകര. അതുപോലെ രക്തശുദ്ധി വരുത്താനായിട്ടും കണ്ണിനും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്കും ഒക്കെ തകര ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ചേന. ചേനയുടെ ഇലയും തണ്ടും ഒക്കെ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം നാരുകളും അതുപോലെ തന്നെ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മലബന്ധം ഉള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ്. ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. ഇനി അടുത്തത് പയറിന്റെ ഇലയാണ്. പയറിന്റെ ഇല രക്തശുദ്ധി വരുത്താനായിട്ടും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഇതിലും പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എയും സിയും ഒക്കെ ഉണ്ട്. ഇതിന് ശരീരത്തിലെ ചൂട് ക്രമീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ കരൾ വീക്കമുള്ള ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ്. ഇത് കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അടുത്തത് കുമ്പളത്തിന്റെ ഇലയാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ശരീരകാന്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ചുമയുള്ള ആൾക്കാർക്കും രക്തശുദ്ധി വരുത്താനായിട്ടും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായിട്ട് ഈ കുമ്പളത്തിന്റെ ഇല ഉപയോഗിക്കാം. അടുത്തത് മത്തന്റെ ഇലയാണ്. ഇത് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വരണ്ട ചർമ്മം മാറ്റി സ്വാഭാവിക കാന്തി നൽകാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രമേഹവും BP ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ വളരെയധികം ഗുണപ്പെടുന്നതാണ്. വന്ധ്യതയ്ക്ക് നല്ലൊരു ചോയ്സ് ആണ്. അതുപോലെ തന്നെ കൗണ്ട് കൂടാനായിട്ടും സഹായിക്കുന്നതാണ്. തൂവ അല്ലെങ്കിൽ ചൊറുതണം എന്ന് പറയുന്നതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ നമ്മളുടെ ഉള്ളം കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാലൊന്നും ചൊറിച്ചിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിന്റെ തളിരിലയാണ് ഉപയോഗിക്കുന്നത് തോരനായിട്ട്. ഇപ്പൊ പറിക്കാൻ പോകുന്നതിന് മുന്നേ കയ്യിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം പറിക്കുകയാണെങ്കിൽ സേഫ് ആയിരിക്കും. ഇത് വാതവും പിത്തവും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അർശസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കുന്നതാണ്. ഇനി അടുത്തതാണ് നെയ്യുണ്ണി. ഇത് നീര് കുറയ്ക്കാനും വേദനയ്ക്കും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കും ഒരു വാചീകരണ ഔഷധമായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ചീര. മെയിനായിട്ട് മുള്ളൻ ചീരയാണ് ഉപയോഗിക്കുന്നത്. മുള്ളൻ ചീരയിൽ തന്നെ നല്ല പച്ച ഇലയുള്ള മുള്ളൻ ചീരയും ഉണ്ട്. ചെറിയൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു മുള്ളൻ ചീരയും ഉണ്ട്. ഈ ചീരയ്ക്ക് മുള്ളൻ ചീര എന്ന് പേര് വരാനുള്ള കാരണം അതിൽ മുള്ളുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൽ ധാരാളം കാൽഷ്യവും അയണും അടങ്ങിയിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ നല്ലതാണ്. രക്തം കൂടാനും നല്ലതാണ് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട്. കുടൽ രോഗങ്ങൾക്കും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ് മുള്ളൻ ചീര. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഈ മുള്ളൻ ചീര നല്ലൊരു ചോയ്സ് ആണ്.
ഇനി ഇതിന്റെ ഗുണം കുഞ്ഞുങ്ങളിൽ എങ്ങനെ എത്തിക്കാമെന്ന് നോക്കാം. കാരണം കുട്ടികൾക്ക് പൊതുവെ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ, അതായത് നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിന്റെയൊക്കെ നീര് നമുക്ക് ആ കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർത്തിട്ട് കുറുക്കാക്കി കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മുട്ട പൊരിക്കുന്ന സമയത്ത് അതിൽ ചേർത്തിട്ട് മുട്ട പൊരിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ നീര് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ ഈ ഇലകള് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ചേർത്ത് അങ്ങനെ ഒരുമിച്ചിട്ട് ദോശ ഉണ്ടാക്കി വേണമെങ്കിലും കൊടുക്കാം. കൂടാതെ ഇത് അട ഉണ്ടാക്കുന്ന സമയത്ത് അതിലും ചേർക്കാവുന്നതാണ്. മെയിനായിട്ട് നീരൊക്കെ ചേർക്കുകയാണെങ്കിൽ അട ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. കൂടാതെ ഇത് പച്ചടിയായിട്ടും അതുപോലെ തന്നെ വേറൊരു നല്ലൊരു ഓപ്ഷനാണ്, കട്ട്ലറ്റ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഈ ഇല ചേർത്തിട്ട് അതൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് പോലെയൊക്കെ ആക്കി കഴിപ്പിക്കാവുന്നതാണ്.